മന്ത്രിയുടെ ഭാഗ്യം പരാതിയായിട്ട് വന്നത് മുഖ്യമന്ത്രി വാങ്ങാതിരുന്നാണ് എന്നൊന്നും പറഞ്ഞ ഞാൻ വളരെ വ്യക്തമായി ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നു, എൻ്റെ അടുത്ത് ആരും പരാതി തന്നില്ല, പരാതിയായിട്ട് വന്നുമില്ല. എന്നെ വന്ന് കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, അല്ലാതെ ഒരു പരാതിയും തന്നിട്ടില്ല. ഗാർഹിക പീഡന നിരോധന നിയമപ്രകാരം കേസെടുക്കുന്ന ഒഴിവാക്കാൻ അങ്ങ് പരാതി വാങ്ങിയില്ലെന്നാണ് ചീഫ് വിപ്പ് പറഞ്ഞത്. അല്ല, തന്നാലല്ലേ മേടിക്കാൻ ഒക്കൂ. പരാതി വായിച്ച് തിരിച്ചു കൊടുക്കാണ് ചീഫ് വിപ്പ്. മുഖ്യമന്ത്രി പരാതിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളാണ്. സാങ്കേതികമായി അദ്ദേഹത്തെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്ന എല്ലാ കോൺഗ്രസ്സുകാർക്കും വേണ്ടി ഈ വാക്കുകൾ ഒരിക്കൽ കൂടി ഞങ്ങൾ സമർപ്പിക്കുകയായിരുന്നു. ശ്രീ വേണുഗോപാലൻ നായർ, കേരള കോൺഗ്രസ് ബി നേതാവ് ചേരുന്നു. കേരള കോൺഗ്രസ് ബിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വേണുഗോപാലൻ നായർ, എന്താണ് കേരള കോൺഗ്രസ് ബിക്ക് പറയാനുള്ളത്? അല്ല, ഇതൊരു ബിക്ക് പറയാനൊന്നുമില്ല. ബി നേരത്തെ തന്നെ പാർട്ടിക്ക് വിധേയമായി പ്രവർത്തിക്കാത്ത മന്ത്രിയെ മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് നിരന്തരമായി UDF തന്ന് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇതിന്റെ അവസാനമായിട്ടാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനപ്രകാരം കത്ത് കൊടുത്തു. പാർട്ടിയെ മന്ത്രിസഭയിൽ നിന്ന് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കത്ത് കൊടുത്തു. ആ കത്തിന്റെ അടിസ്ഥാനത്തിന് ശേഷമാണ് ഈ അടുത്ത കാലത്താണ് ഈ ഗാർഹികമായിട്ട് ഇത്തരം കാര്യങ്ങൾ യാമിനിയുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പക്ഷെ അത് പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പാർട്ടിക്ക് അതിനെപ്പറ്റി അറിയില്ല. പാർട്ടി എന്ന് പറയുന്നത് കേരള കോൺഗ്രസ് ബിയുടെ പാർട്ടി പ്രവർത്തനങ്ങളുമായി സജീവമായി പ്രവർത്തിക്കാത്ത മന്ത്രിയെ മാറ്റണമെന്നുള്ളതായിരുന്നു. പള്ളിക്ക് വേണ്ടിയാണ് ഞങ്ങൾ നിരന്തരമായി ഇത് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത്. ആ നിരന്തര ആവശ്യം അത് നിൽക്കുകയാണ് ഈ സംഭവങ്ങൾ. പക്ഷെ ഇതുമായിട്ട് പാർട്ടിക്ക് ആരും ബന്ധമില്ല. അതുപോലെ മാത്രം പിന്നെ വേറെ കാര്യം, ധാർമ്മികമായി തന്നെ ഇത്തരം ആരോപണങ്ങൾ ഉയർന്നാൽ അത് അന്വേഷണം നടത്തി പൊതുജന മധ്യത്ത് ഞാൻ കുറ്റക്കാരനല്ല, ഞാൻ ഇതാണ് തെളിയിക്കേണ്ട ഒരു ബാധ്യത മന്ത്രിക്കുണ്ട്. ആ മന്ത്രി അത് ചെയ്യണമെന്ന് ആദ്യം പാർട്ടിയോട് ഞങ്ങൾ അത് ആവശ്യപ്പെട്ടിരുന്നു. ഗണേഷ് കുമാറിനോട് ആവശ്യപ്പെട്ടിരുന്നു. അത് എന്തായാലും ഇപ്പോ അത് മറ്റൊരു ചിത്രത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അതിന്റെ അങ്ങനെയാണെങ്കിൽ പ്രതിസന്ധി ഉണ്ടായപ്പോൾ ആർ ബാലകൃഷ്ണപിള്ളയെ വന്ന് കണ്ടു KB ഗണേഷ് കുമാർ. അതോടുകൂടി നിങ്ങളും അയഞ്ഞു, നിങ്ങളും മന്ത്രിയെ സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി. പിന്നീട് അത് തെറ്റി ബാലകൃഷ്ണപിള്ള തിരിഞ്ഞു പോയെങ്കിലും അല്ല, ആർ ബാലകൃഷ്ണപിള്ളയെ കണ്ടത് കാരണം UDF നേതാക്കന്മാരാണ്. അതായത് ആർ ബാലകൃഷ്ണപിള്ള കൊടുത്ത കത്തിന്റെ മറുപടി എന്നുള്ള നിലയിൽ അതിന് അനുരഞ്ജനത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമാണ് UDF ഭാഗത്തുനിന്ന് ഉണ്ടായത്. അത് മുഖ്യമന്ത്രി KPCC പ്രസിഡന്റും അതിനാണ് UDF കൺവീനറും ഒക്കെ അതിന്റെ ചർച്ച നടത്തി. ആ ചർച്ചയിലും മന്ത്രി വഴങ്ങാത്തത് കൊണ്ടാണ് പാർട്ടി നിർബന്ധമായി മന്ത്രിയെ പിൻവലിക്കണമെന്ന് കൂടുതൽ അന്ന് ഈ പ്രതിസന്ധി ഉണ്ടായപ്പോൾ വളരെ പെട്ടെന്ന് വന്ന് ആർ ബാലകൃഷ്ണപിള്ളയെ ഗണേഷ് കുമാർ കണ്ടത് ഒരു തന്ത്രത്തിലൂടെ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയായിരുന്നു. ചിലപ്പോൾ ആയിരിക്കും. അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കണം. അത് പക്ഷേ ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ല. കാരണം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്ന ഈ സംഭവവികാസം അദ്ദേഹം തന്നെ സ്വയം വരുത്തി വെച്ചതാണ്. അതിന് പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. ഈ മന്ത്രി രാജിവെക്കണമെന്ന് പറയുമോ പാർട്ടി? അല്ല, പാർട്ടി മന്ത്രി വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇരിക്കുകയല്ലേ. അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയില്ല. നേരത്തെ തന്നെ നമ്മൾ രാജിവെക്കണമെന്നായിരുന്നു. മുഖ്യമന്ത്രിയോട് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെടുത്തിയല്ല. മുഖ്യമന്ത്രി കൂടി എല്ലാവരെയും തെറ്റിദ്ധരിപ്പിച്ചു. യാമിനി തങ്കച്ചിയുടെ പരാതി മുഖ്യമന്ത്രി വാങ്ങാതിരുന്നു, മുഖ്യമന്ത്രി വഞ്ചിച്ചു എന്ന് അവർ പറയുന്നു. മുഖ്യമന്ത്രിയും പ്രതിക്കൂട്ടിലാണോ? മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാണോ എന്ന് മുഖ്യമന്ത്രിയോട് തന്നെ ചോദിക്കണം. കാരണം ഇത്തരം കാര്യങ്ങൾ പാർട്ടി ചെയർമാൻ നേരത്തെ അറിയാമായിരുന്നു. യാമിനി തങ്കച്ചി നേരത്തെ കൊടുത്ത കത്തും അതിന്റെ കാര്യങ്ങളൊക്കെ പാർട്ടി ചെയർമാനുമായിട്ട് നേരത്തെ യാമിനി തങ്കച്ചി സംസാരിച്ചിരുന്നു. അതിന് പാർട്ടി ചെയർമാൻ അത് അറിയാമായിരുന്നു. പക്ഷെ അദ്ദേഹം അത് അപ്പോഴും അത് പറഞ്ഞില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് സമയം വരുമ്പോൾ അദ്ദേഹം പറയുമെന്ന് അന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ സമയം അദ്ദേഹത്തിൽ നിന്ന് ഉണ്ടായില്ല, അല്ലാതെ തന്നെ ഇത് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അതായത് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ കുറ്റക്കാരനാണെന്ന് കേരള കോൺഗ്രസ് ബി വിശ്വസിക്കുന്നു. അത് കേരള കോൺഗ്രസ് കരുതുന്നില്ല. അത് മുഖ്യമന്ത്രിയുടെ ധാർമ്മികതയാണ് കാണുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് ഇല്ല. കാരണം അത് നന്ദി ശ്രീ വേണുഗോപാലൻ നായർ. ശ്രീമതി PK ശ്രീമതി ടീച്ചറും ചേരുന്നു. ശ്രീമതി ടീച്ചർ, സർക്കാർ ഈ കാര്യത്തിൽ എടുത്ത നടപടികൾ ഇന്ന് യാമിനി തങ്കച്ചിയുടെ വാക്കുകളോടെ സർക്കാരിന്റെ എല്ലാ പ്രതിരോധവും പൊളിഞ്ഞു പോവുകയാണ്. എന്താണ് ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളത്? ശിവ ടീച്ചർ. ഡോക്ടർ യാമിനി പറഞ്ഞോളൂ ശിവ ടീച്ചർ. നേരത്തെ യാമിനി തങ്കച്ചിയുമായി ഈ പ്രശ്നം ഉണ്ടായപ്പോൾ സംസാരിച്ചത് കൂടിയാണ്. ഡോക്ടർ യാമിനി ഒരു സാധാരണക്കാരിയായിട്ടുള്ള സ്ത്രീയല്ല. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ പത്നിയാണവർ. ഉണ്ടായിട്ടുള്ള സംഭവം PC ജോർജ് പുറത്തേക്ക് വിട്ടു. ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിറ്റേ ദിവസം തന്നെ പരാതിയുമായി അങ്ങേറ്റം ക്രൂരമായ മർദ്ദനം ഏറ്റുവാങ്ങി മാനസികമായും ശാരീരികമായും തളർന്ന ആ സഹോദരി മുഖ്യമന്ത്രിയുടെ അടുത്ത് ഒരു രക്ഷകനെ പോലെ, തന്റെ അച്ഛനെ പോലെ കണ്ട് തനിക്ക് സംരക്ഷണം കിട്ടും, നീതി കിട്ടും എന്ന് വിചാരിച്ച് പ്രതീക്ഷിച്ചാണ് പോയത് എന്ന് അവർ പറഞ്ഞു. പക്ഷേ പരാതി സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല,
തിരസ്കരിച്ച് ഇതെല്ലാമായി പൊരുത്തപ്പെട്ടു പോകാൻ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാം, തൽക്കാലം ഈ പരാതി എനിക്ക് തരരുത്, തിരിച്ചങ്ങോട്ടേക്ക് തന്നെ കൊടുത്തു. ഇതില് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്. ഇപ്പൊ ഗണേഷ് കുമാറിനെ കൊണ്ട് രാജിവെപ്പിച്ച പ്രശ്നം സമരസപ്പെട്ട് ഒത്തുതീർപ്പിലാക്കാൻ പോവുകയാണ്. അത് നടക്കില്ല. ഗണേശന്റെ രാജി കൊണ്ട് തീരുന്ന പ്രശ്നമായിട്ട് ഇപ്പൊ തീരുന്നില്ല. അങ്ങനെ ഒരു രീതിയിലല്ല ഇപ്പൊ നിൽക്കുന്നത്. ഇപ്പൊ ഈ കേസിൽ ഡോക്ടർ യാമിനിയുടെ വെളിപ്പെടുത്തലിലൂടെ പുതിയ ഒരു വിഷയം തുറന്നിരിക്കുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയിൽ നിന്ന് സ്ത്രീക്ക് നീതി കിട്ടുന്നില്ല, മന്ത്രിയുടെ പത്നിക്ക് നീതി കിട്ടുന്നില്ല. മുഖ്യമന്ത്രി വഞ്ചിച്ചിരിക്കുന്നു. വഞ്ചിച്ച ഒരു മുഖ്യമന്ത്രി, സ്ത്രീയുടെ പരാതി പോലും സ്വീകരിക്കാൻ തയ്യാറാവാത്ത ഒരു മുഖ്യമന്ത്രി പുതിയ സ്ത്രീ സംരക്ഷണ നിയമം അനുസരിച്ചാണെങ്കിൽ ശിക്ഷാർഹനാണ്. BJP അദ്ദേഹത്തിനെതിരെ കേസെടുക്കണം. ഒരു നിമിഷം പോലും ഈ സ്ഥാനത്തിരിക്കാതെ അഭിമാനബോധം എന്ന ലെവലേശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്തരത്തിൽ അങ്ങേയറ്റം നെറികേട് കാണിച്ച കുറ്റവാളികൾക്ക് കുടപിടിച്ചു കൊടുക്കുന്ന മുഖ്യമന്ത്രി ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കണം. ഉടനെ അദ്ദേഹം രാജിവെച്ചു പോയാൽ കേരളത്തിന്റെ അഭിമാനം നമുക്ക് അല്പമെങ്കിലും നമുക്ക് കാത്തു സൂക്ഷിക്കാം.